1992 ജൂലൈ 31 തായ് എയർവേസിന്റെ ഫ്ലൈറ്റ് നമ്പർ 311 കാഠ്മണ്ഡുവിലേക്ക് അപ്രോച്ച് ചെയ്തു വരികയാണ്. എയർബസ് 310 എന്ന എയർക്രാഫ്റ്റാണ് അന്നത്തെ ഓപ്പറേഷന് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് കോക്പിറ്റിൽ പുള്ളപ്പ് എന്ന വാർണിംഗ് വരാൻ തുടങ്ങി. എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ പൈലറ്റ് ശ്രമിച്ചെങ്കിൽ പോലും വളരെ പെട്ടെന്ന് കൺട്രോൾ നഷ്ടപ്പെടുകയും എയർക്രാഫ്റ്റ് ഹിമാലയൻ മലനിരകളിൽ തകർന്നു വീഴുകയും ചെയ്തു. 16,000 അടി ഉയരമുള്ള മലനിരകളിൽ എങ്ങനെയാണ് ഈ വിമാനം തകർന്നു വീണത്? ഇത് പൈലറ്റിന്റെ മിസ്റ്റേക്ക് ആണോ അതോ ATCയുടെയോ? ഇന്നത്തെ സ്റ്റോറി തായ് എയർവേസ് 311 എന്ന വിമാന അപകടത്തിൻ്റെതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപാട് നാളുകൾക്ക് മുൻപ് വന്ന റിക്വസ്റ്റ് ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാം. നമുക്കറിയാം, ഭൂപ്രകൃതി കൊണ്ട് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് നേപ്പാൾ. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടായ ലൂക്ല ഉൾപ്പെടെ മലനിരകളാൽ ചുറ്റപ്പെട്ട പല എയർപോർട്ടുകളിലും നേപ്പാളിലുണ്ട്. ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നേപ്പാളിലേക്കുള്ള മെയിൻ ഗേറ്റ് വേ. ഈ എയർപോർട്ടിലെ ലാൻഡിംഗ് ടേക്ക് ഓഫ് വളരെ റിസ്കിയാണ്. 4,000 അടി സമുദ്രനിരപ്പിൽ നിന്നും ഉയരെയാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടി 90കളിൽ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റഡർ, ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എന്നിവ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഫലമായിട്ട് നേപ്പാളിലേക്കുള്ള ഇന്റർനാഷണൽ എയർലൈൻസ് സൗത്ത് റേഞ്ചിന് മുകളിലൂടെ ഫ്ലൈ ചെയ്ത് റൺവേയിലേക്ക് കുത്തനെ ലാൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മൺസൂൺ സീസണിൽ ഇങ്ങനെയുള്ള ലാൻഡിംഗ് അസാധ്യമായിരുന്നു. വളരെ കുറച്ച് എയർലൈൻസ് മാത്രമാണ് ഈ സമയത്ത് വലിയ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈ ചെയ്തിരുന്നുള്ളൂ. അതിലൊന്നായിരുന്നു തായ് എയർവേസ്. തായ്ലൻഡിന്റെ നാഷണൽ ഫ്ലാഗ് കാരിയർ ആണ് തായ് എയർവേസ്. ബാങ്കോക്ക് കാഠ്മണ്ഡു ഫ്ലൈറ്റ് ഒരു റെഗുലർ സർവീസ് ആണ്. തായ് എയർവേസ് ഓപ്പറേറ്റ് ചെയ്തത് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആയ എയർബസ് 310 ആണ്. 1992 ജൂലൈ 31 ഫ്ലൈറ്റ് നമ്പർ 311 ബാങ്കോക്കിൽ നിന്നും കാഠ്മണ്ഡുവിലുള്ള എയർക്രാഫ്റ്റിൽ അന്ന് യാത്ര ചെയ്യുന്നത് 99 യാത്രക്കാരാണ്. 14 ക്രൂ മെമ്പേഴ്സും അന്ന് എയർക്രാഫ്റ്റിലുണ്ട്. എയർക്രാഫ്റ്റിന്റെ കമാൻഡർ ഏകദേശം 41 വയസ്സുള്ള 13,000 മണിക്കൂറിൽ കൂടുതൽ ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ക്യാപ്റ്റനാണ്. അദ്ദേഹം ഒരു ട്രെയിനർ പൈലറ്റ് കൂടി ആയിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റ് ബാങ്കോക്കിൽ നിന്നും ഡിപ്പാർച്ചറിന് വേണ്ടി റെഡിയാവുകയാണ്. പ്രീ ഡിപ്പാർച്ചർ ചെക്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ക്യാപ്റ്റൻ ATCയോട് ടേക്ക് ഓഫ് ക്ലിയറൻസ് ആവശ്യപ്പെട്ടു. ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ച എയർക്രാഫ്റ്റ് ബാങ്കോക്കിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ്, ക്ലൈംബ്, ക്രൂസ് ഫേസ് എല്ലാം തന്നെ വളരെ നോർമൽ ആയിരുന്നു. അങ്ങനെ ലോക്കൽ ടൈം 12:11 ആയപ്പോൾ എയർക്രാഫ്റ്റ് കാഠ്മണ്ഡുവിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഡിസെൻഡ് ചെയ്യണം. അതിനുവേണ്ടി ATCയായിട്ട് കോൺടാക്ട് ചെയ്തു. കമാൻഡറാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫീസറാണ് കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നത്. 12:39 സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന ലാൻഡിംഗ് ടൈം. 2,500 അടി ഉയരത്തിലും 4,000 അടി ഉയരത്തിലും മേഘങ്ങളുണ്ട് എന്ന വെതർ റിപ്പോർട്ടാണ് ATC നൽകിയത്. എന്നാൽ 10 കിലോമീറ്ററോളം വിസിബിലിറ്റി റൺവേയിലുണ്ട്. അത് ലാൻഡിങ്ങിന് ധാരാളമാണ്. 12:18 ആയപ്പോഴേക്കും ഫസ്റ്റ് ഓഫീസർ വീണ്ടും ATCയെ കോൺടാക്ട് ചെയ്ത് ഡിസെന്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ 3 തവണ കോൾ ചെയ്തിട്ടും റിപ്ലൈ ഒന്നും തന്നെ ATCയിൽ നിന്നും ലഭിച്ചില്ല. ഫസ്റ്റ് ഓഫീസറിന്റെ റേഡിയോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും എന്ന് കരുതി ക്യാപ്റ്റൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. ക്യാപ്റ്റൻ ട്രൈ ചെയ്തപ്പോഴും 3ാമത്തെ കോളിലാണ് ATC റിപ്ലൈ നൽകിയത്. ഈ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് 35,000 അടി ഉയരത്തിലാണ്. അങ്ങനെ ATC എയർക്രാഫ്റ്റിന് 35,000 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് ഡിസെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ATC എയർക്രാഫ്റ്റിലേക്ക് പൈലറ്റ്സിനെ കോൺടാക്ട് ചെയ്തു. വിസിബിലിറ്റി 1,500 മീറ്റർ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. റൺവേ 02 ആണ് ലാൻഡിങ്ങിന് വേണ്ടി ATC അസൈൻ ചെയ്ത് കൊടുത്തത്. എന്നാൽ ഈ റൺവേ 2ലേക്ക് സ്ട്രേറ്റ് അപ്രോച്ച് ചെയ്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഈ എയർക്രാഫ്റ്റിന് മിനിമം 3,000 മീറ്റർ വിസിബിലിറ്റി വേണം. അതിൽ കുറഞ്ഞാൽ ഈ റൺവേയിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല. ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു റൺവേ ആണ് ഉള്ളത്. സൗത്തിൽ നിന്നും ലാൻഡ് ചെയ്യുന്ന സമയത്ത് റൺവേ 02ഉം നോർത്തിൽ നിന്നും ലാൻഡ് ചെയ്യുന്ന സമയത്ത് റൺവേ 20ഉം. വിസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ റൺവേ 02ന് പകരം റൺവേ 20 ആണ് ATC കൺട്രോളർ നൽകിയത്. എന്നാൽ ഇത് 2 പൈലറ്റ്സിനും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം അവരുടെ ബ്രീഫിംഗ് ഓൾറെഡി റൺവേ 02 പ്ലാൻ ചെയ്തിട്ടായിരുന്നു. ആ രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്ത് വരുന്നത്. എന്നാൽ ATC വളരെ ക്ലിയർ ആയിട്ട് റൺവേ 02 അവൈലബിൾ അല്ല എന്ന മെസ്സേജാണ് നൽകിയത്. വെതർ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ കൽക്കട്ടയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകാം എന്നാണ് ക്യാപ്റ്റൻ ആദ്യം കരുതിയത്. ഇതിനു വേണ്ടി ഫ്യൂവൽ ഉണ്ടോ എന്ന് ഫസ്റ്റ് ഓഫീസറോട് ചെക്ക് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ആവശ്യത്തിന് ഫ്യൂവൽ എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നു. 11,500 അടി ഉയരത്തിലേക്ക് ഡിസെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ATC ഉടനെ തന്നെ നൽകുകയുണ്ടായി. അങ്ങനെ ക്യാപ്റ്റൻ ATCയുടെ നിർദ്ദേശം അനുസരിച്ച് താഴേക്ക് ഡിസെൻഡ് ചെയ്തു വന്നു. അവര് ഇൻ കേസ് എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിനെ പറ്റി ബ്രീഫിംഗ് ചെയ്യുകയും ചെയ്തു. ഇൻ കേസ് അപ്രോച്ച് മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് എയർക്രാഫ്റ്റ് പിന്നീടും ക്ലൈംബ് ചെയ്ത് 11,500 അടി ഉയരത്തിൽ തന്നെ ഉയർന്ന് പറക്കണം. അതിനുശേഷം ഒരു 270 ഡിഗ്രി റൈറ്റ് ടേൺ എടുത്തതിന് ശേഷം ഒരു ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോകാൻ സാധിക്കും.
എന്നാൽ റൺവേ 02 ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നുകൂടെ വിസിബിലിറ്റി സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തവണ വിസിബിലിറ്റിയുടെ കാര്യം പറയുന്നതിന് പകരം റൺവേ 02 അവൈലബിൾ ആണ് എന്ന് പറയുകയാണ് ATC ചെയ്തത്. അതിനർത്ഥം വിസിബിലിറ്റി ഇംപ്രൂവ് ആയി എന്നത് തന്നെയാണ്. അങ്ങനെ 12:31 ആയപ്പോഴേക്കും ക്രൂ പിന്നീടും ATCയെ കോൺടാക്ട് ചെയ്തു. 9500 അടി ഉയരത്തിലാണ് ആ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. അവിടെ നിന്നും താഴേക്ക് ഡിസെൻഡ് ചെയ്യാൻ ATC നിർദ്ദേശം നൽകി. 2 പൈലറ്റ്സും അവരുടെ അപ്രോച്ച് കോൺഫിഗർ ചെയ്യാനും തുടങ്ങി. ഫ്ലാപ്പ് സെറ്റിംഗ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലാപ്പ് സെറ്റിംഗ്സ് ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രശ്നം അവിടെ വരികയുണ്ടായി എന്ന മെസ്സേജ് കോക്പിറ്റിൽ വരികയും ചെയ്തു. ഫ്ലാപ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് പറയുകയുണ്ടായി. റൺവേ 02 ഉള്ള ലാൻഡിംഗ് കുത്തനുള്ളൊരു അപ്രോച്ചാണ്. അതിൽ ഡ്രാഗ് കുറയ്ക്കുന്നതിന് വേണ്ടി ഫ്ലാപ്സ് മുഴുവനും എക്സ്റ്റെൻഡ് ആയിരിക്കണം. മാത്രമല്ല തായ് എയർവേസിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഈ റൺവേയിലേക്കുള്ള ലാൻഡിങ്ങിൽ ഫ്ലാപ്സ് ഫുൾ എക്സ്റ്റെൻഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് ലാൻഡ് ചെയ്യാൻ സാധിക്കൂ. ഈ സിറ്റുവേഷനിൽ ഡിസെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം ക്യാപ്റ്റൻ ചെയ്തത് അതേ ലെവലിൽ തന്നെ ഫ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് ഫ്ലാപ്സിൻ്റെ പ്രോബ്ലം ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിനുവേണ്ടി അവർ മാനുവൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ മാനുവൽ ചെക്ക് ചെയ്ത സമയത്ത് ഫ്ലാപ്സ് ഫുൾ പൊസിഷനിൽ അല്ലാതെ ലാൻഡ് ചെയ്യുന്ന പ്രൊസീജിയർ മാത്രമാണ് അതിൽ കാണാൻ സാധിച്ചത്. അതിൽ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന യാതൊരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് എയർക്രാഫ്റ്റ് 9500 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ സമയത്ത് ക്യാപ്റ്റൻ ചെയ്തത് എയർക്രാഫ്റ്റ് പതിയെ ഒന്ന് ഉയർത്തി 10500 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യുകയാണ്. അതായത് അവർക്ക് ഡിസെൻഡ് ചെയ്ത് പോകേണ്ട ദൂരത്തിനേക്കാളും ഏകദേശം 1000 അടിയോളം ഉയരത്തിലായിരുന്നു ആ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലാപ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ക്യാപ്റ്റൻ ഉടനെ തന്നെ ATCയെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് തങ്ങൾക്ക് കൽക്കട്ടയിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. ടെക്നിക്കൽ റീസൺ തന്നെയാണ് ക്യാപ്റ്റൻ നൽകിയത്. ATC അത് അക്നോളജ് ചെയ്തു. അവർക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്നാണ് ഫസ്റ്റ് ഓഫീസർ തൻ്റെ ഫ്ലാപ്പ് സെറ്റിംഗ്സ് ട്രബിൾ ഷൂട്ട് ചെയ്തത്. അതായത് ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുകയുണ്ടായി. ഉടനെ തന്നെ പൈലറ്റ്സ് വീണ്ടും ATCയെ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ ടെക്നിക്കൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു എന്നും തിരിച്ച് കാഠ്മണ്ഡുവിൽ തന്നെ ലാൻഡ് ചെയ്യണമെന്നും ATC അറിയിക്കുകയുണ്ടായി. പക്ഷേ ഈ സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ സ്പീഡും ഉയരവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്രോച്ച് തുടങ്ങിയിടത്തേക്ക് തന്നെ റിട്ടേൺ ചെയ്ത് പോകണം. അതായത് അപ്രോച്ച് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പൈലറ്റ്സ് ആവശ്യപ്പെട്ടു ATCയോട്. ATC അത് പെർമിഷൻ നൽകുകയും ചെയ്തു. ലെഫ്റ്റ് ടേൺ എടുത്തതിന് ശേഷം റോമിയോ എന്ന വേ പോയിന്റിലേക്ക് തിരിച്ചു പോകാനാണ് പൈലറ്റ്സ് പ്ലാൻ ചെയ്തത്. എന്നാൽ ഇടതുവശത്തേക്കുള്ള ടേൺ എടുക്കാനുള്ള സമ്മതം ATC നൽകിയില്ല. ഇതിനിടയ്ക്ക് ATC ടവറും പൈലറ്റും തമ്മിലുള്ള ആശയവിനിമയത്തിലും വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. രണ്ടുപേരുടെയും ആക്സെൻറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. അതുമാത്രമല്ല പല കമ്മ്യൂണിക്കേഷനും ഇടയ്ക്ക് വിട്ടുപോവുകയും പലത് പൈലറ്റിനും ATCക്കും മനസ്സിലാകാതെ വരികയും ചെയ്തിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഒരു 360 ടേൺ എടുത്തതിന് ശേഷം ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ക്യാപ്റ്റൻ സൗത്തിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന് പകരം ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് നോർത്തിലേക്കാണ്. ആ ഏരിയയിൽ കൂടുതലും വലിയ മലനിരകളാണ്. അത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന വഴിയുമല്ല. അതുകൊണ്ട് തന്നെ റോമിയോ എന്ന വേ പോയിന്റ് ഫ്ലൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ സെലക്ട് ചെയ്യാനും ക്യാപ്റ്റന് സാധിച്ചില്ല. മാത്രമല്ല ATCയിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ ദൂരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് അവർക്കും സംശയം തോന്നാൻ തുടങ്ങി, എയർക്രാഫ്റ്റ് ഏത് ഡയറക്ഷനിലാണ് ഫ്ലൈ ചെയ്യുന്നത് എന്ന്. എന്നാൽ ATCയിൽ റഡർ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിന്റെ പൊസിഷൻ പൈലറ്റ് പറയുന്നതനുസരിച്ചാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ എയർക്രാഫ്റ്റ് ഈ നോർത്ത് സൈഡിലേക്ക് കുറച്ച് സമയം ഫ്ലൈ ചെയ്യുകയുണ്ടായി. വളരെ പെട്ടെന്ന് ഫസ്റ്റ് ഓഫീസർ തങ്ങളുടെ കോമ്പസ് ശ്രദ്ധിച്ചു. തങ്ങൾ നോർത്തിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത് എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുകയുണ്ടായി. അത് അദ്ദേഹം വളരെ പെട്ടെന്ന് ക്യാപ്റ്റനോട് പറയുകയും ചെയ്തു. ക്യാപ്റ്റൻ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു താൻ ഉടനെ തന്നെ എയർക്രാഫ്റ്റ് ടേൺ ചെയ്ത് തിരിച്ച് ഫ്ലൈ ചെയ്യാമെന്ന്. എന്നാൽ ഈ ഒരു പറഞ്ഞ മറുപടിയും ഈ റിയലൈസേഷനും വളരെ ലേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായത്. കാരണം ഈ സമയമായപ്പോഴേക്കും എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൽ ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റം പുൾ അപ്പ് ടെറൈൻ എന്ന വാർണിംഗ് ഓൾറെഡി നൽകാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അതൊരു ഫോൾസ് അലാം ആയിരിക്കും എന്നാണ് ക്യാപ്റ്റൻ ആദ്യം കരുതിയത്. കാരണം തൻ്റെ കൺമുന്നിൽ ഒന്നും തന്നെ ക്യാപ്റ്റൻ ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, മേഘങ്ങളും കൂടുതലായിരുന്നു. എന്നാൽ കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞതോടുകൂടി എയർക്രാഫ്റ്റിൽ നിന്നും നോക്കിയ സമയത്ത് പൈലറ്റ്സിന് തൊട്ട് മുന്നിൽ വലിയ മലനിരകളാണ് കാണാൻ സാധിച്ചത്. റിയാക്ട് ചെയ്യാൻ സമയം വളരെ കുറവായിരുന്നു. 11,500 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്ത എയർക്രാഫ്റ്റ് ഈ സമയത്ത് 425 km/h വേഗതയിൽ ഈ മലനിരകളിൽ വളരെ പെട്ടെന്ന് ചെന്നിടിക്കുകയായിരുന്നു.
എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന ഫ്യൂവൽ കത്തുപിടിക്കുകയും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് തീപിടിക്കുകയും എല്ലാ യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തു. തായ് എയർവേസിൽ നിന്നും യാതൊരു രീതിയിലുള്ള റെസ്പോൺസ് ഇല്ലാതിരുന്നതും സമയത്തിന് കാഠ്മണ്ഡു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ നേപ്പാൾ ഗവൺമെന്റിന് സംശയം ഉണ്ടാകാൻ തുടങ്ങി എയർക്രാഫ്റ്റിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന്. അവർ ഉടനെ തന്നെ വലിയൊരു സെർച്ച് ആരംഭിക്കുകയും ചെയ്തു. എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റ് റിപ്പോർട്ട് ചെയ്ത ദൂരം അനുസരിച്ചാണ് എയർക്രാഫ്റ്റിന്റെ സെർച്ച് ആരംഭിച്ചത്. എന്നാൽ ആ രീതിയിലൊന്നും തന്നെ അവർക്ക് എയർക്രാഫ്റ്റിന്റെ ഭാഗങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ATCയിൽ നിന്നും പിന്നീട് ലഭിച്ച ഓഡിയോ ടേപ്സിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയുണ്ടായി. ഈ അന്വേഷണത്തിലാണ് എയർക്രാഫ്റ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്. വളരെ ഉയരം കൂടിയ മലമുകളിലായിരുന്നു എയർക്രാഫ്റ്റ് തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ എയർക്രാഫ്റ്റിന്റെ അവശിഷ്ടങ്ങൾക്കരികിലേക്ക് റെസ്ക്യൂ പ്രവർത്തകർക്ക് എത്താനായത്. നേപ്പാൾ, തായ്ലൻഡ്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ എക്സ്പേർട്സാണ് അന്വേഷണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. എയർക്രാഫ്റ്റിന്റെ ഫ്ലൈറ്റ് റെക്കോർഡർ, CVR എന്നിവ കണ്ടെടുക്കാനും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് സാധിച്ചു. വളരെ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയായിരുന്നു ഇത്. ക്യാപ്റ്റൻ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പിന്നീട് കണ്ടെത്തിയത്. അറിയാതെയാണെങ്കിൽ പോലും ക്യാപ്റ്റന്റെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു ഈ അപകടത്തിന്റെ കാരണം. സൗത്തിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന് പകരം ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തത് നോർത്ത് സൈഡിലേക്കായിരുന്നു. എന്നാൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ് എങ്ങനെയാണ് ഇത്ര വലിയൊരു മിസ്റ്റേക്ക് ചെയ്തത്? കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടായിരുന്നു കോക്പിറ്റിൽ ആ സമയത്ത്. ഫ്ലാപ്പ് സെറ്റിങ്സിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായത് മുതൽ ഒരുപാട് ജോലി ഭാരം കോക്പിറ്റിനകത്തുണ്ടായിരുന്നു. ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ നോർത്തിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ക്യാപ്റ്റൻ തീർച്ചയായിട്ടും എയർക്രാഫ്റ്റ് ടേൺ ചെയ്തേനെ. എങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാനും സാധിക്കുമായിരുന്നു. റോമിയോ എന്ന വേ പോയിന്റ് അവർക്ക് ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കണ്ടെത്താൻ സാധിക്കാത്ത ആ ഒരു സമയത്ത് തന്നെ അവരിത് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. അതുമാത്രമല്ല, ഫസ്റ്റ് ഓഫീസർ ഈ കോമ്പസ് ചെക്ക് ചെയ്യുന്നതും അദ്ദേഹം എയർക്രാഫ്റ്റ് നോർത്തിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത് എന്ന് ക്യാപ്റ്റനോട് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും എയർക്രാഫ്റ്റ് മലനിരകളുടെ തൊട്ട് മുന്നിൽ എത്തിയിരുന്നു. ഈ പൈലറ്റിൻ്റെ കയ്യിലെ ചെറിയൊരു അശ്രദ്ധ മൂലമായിരുന്നു ഈ എയർക്രാഫ്റ്റിൻ്റെ അപകടം സംഭവിച്ചത്. കൂടുതൽ സമയത്തും കോക്പിറ്റിനകത്തുണ്ടായിരുന്ന ജോലിഭാരമാണ് പലപ്പോഴും പൈലറ്റ്സിനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കാരണമാകുന്നത്. എന്നാൽ അത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് വലിയ വലിയ അപകടങ്ങളിലേക്കുമായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് അപകടങ്ങളുടെ വീഡിയോ ഞാൻ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു തായ് എയർവേസ് ഫ്ലൈറ്റ് നമ്പർ 311 എന്ന വിമാന അപകടത്തിൻ്റെ പിന്നിലുള്ള കാരണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.